ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫിഫയുടെ അണ്ടർ 20 വേൾഡ് കപ്പ് ഇപ്പോൾ സൗത്ത് അമേരിക്കൻ രാജ്യമായ ചിലിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടന്ന മത്സരത്തിൽ കരുത്തരായ അർജന്റീനയും ബ്രസീലും ഒക്കെ ഇറങ്ങിയിരുന്നു. ബ്രസീൽ ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്, അതേസമയം അർജന്റീന പൊളിച്ചടക്കിയിട്ടുണ്ട്. അതായത് ഇന്ന് നടന്ന മത്സരത്തിൽ 1-നെതിരെ 3 ഗോളുകൾക്കാണ് അർജന്റീന എതിരാളികളായ ക്യൂബയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ബ്രസീലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മെക്സിക്കോ അവരെ സമനിലയിൽ തളക്കുകയായിരുന്നു. രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതമാണ് ഈ മത്സരത്തിൽ നേടിയിട്ടുള്ളത്. അർജന്റീനയുടെ മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അർജന്റീന തന്നെയാണ് ആധിപത്യം പുലർത്തിയിട്ടുള്ളത്. 3-ാമത്തെ മിനിറ്റിൽ സാർക്കോ ഒരു ഗോൾ നേടി. പിന്നീട് 41-ാമത്തെ മിനിറ്റിൽ സാർക്കോ ഇരട്ട ഗോളുകൾ പൂർത്തിയാക്കി. പിന്നീട് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുന്നേ പെരസ് ക്യൂബയ്ക്ക് വേണ്ടി ഒരു ഗോൾ മടക്കുകയായിരുന്നു. പക്ഷേ 90-ാമത്തെ മിനിറ്റിൽ സുബിയാബ്രയുടെ ഒരു ഗോൾ പിറന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. അർജന്റീൻ താരമായ ഫെർണാണ്ടസ് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ റെഡ് കാർഡ് കണ്ടിരുന്നു. എന്നിട്ടും അർജന്റീനക്ക് യാതൊരുവിധ കുലുക്കവും സംഭവിച്ചില്ല എന്നുള്ളതാണ്. എന്നിട്ടും അവർ ഈ ഒരു 3 ഗോളുകൾ നേടിക്കൊണ്ട് വിജയം സ്വന്തമാക്കുകയായിരുന്നു. അങ്ങനെ തകർപ്പൻ വിജയമാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് അർജന്റീന തന്നെയാണ്. 17 ഷോട്ടുകൾ ആകെ ഉതിർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്രസീലിന്റെ അണ്ടർ 20 ടീമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മെക്സിക്കോ അവരെ സമനിലയിൽ തളക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് മത്സരത്തിന്റെ 10-ാമത്തെ മിനിറ്റിൽ മെക്സിക്കോയുടെ താരമായ ഡൊമിംഗസ് അവർക്ക് ലീഡ് നേടിക്കൊടുത്തു. പക്ഷേ 21-ാമത്തെ മിനിറ്റിൽ കൂട്ടിഞ്ഞോയിലൂടെ ബ്രസീൽ തിരിച്ചടിച്ചു. പിന്നീട് ലൂയിഗി 76-ാമത്തെ മിനിറ്റിൽ ബ്രസീലിന് വേണ്ടി ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു. എന്നാൽ 86-ാമത്തെ മിനിറ്റിൽ ഒച്ചാവയുടെ ഒരു ഗോൾ പിറന്നു എന്നുള്ളതാണ്. അതോടുകൂടി മെക്സിക്ക സമനില പിടിച്ചെടുത്തു. ബ്രസീലിനേക്കാൾ കൂടുതൽ ആക്രമണം നടത്തിയത് മെക്സിക്കോയാണ് എന്ന് പറയേണ്ടി വരും. കാരണം 13 ഷോട്ടുകൾ അവർ ഉതിർത്തു, അതേസമയം 10 ഷോട്ടുകളാണ് ബ്രസീൽ ഉതിർത്തിട്ടുള്ളത്. രണ്ട് ടീമുകളും തമ്മിലുള്ള ശക്തമായ ഒരു പോരാട്ടമാണ് നടന്നിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവ് അനിവാര്യമാണ്. അടുത്ത മത്സരത്തിൽ മൊറോക്കോയാണ് അവരുടെ എതിരാളികൾ. അതേസമയം അർജന്റീനയുടെ അടുത്ത എതിരാളികളായിക്കൊണ്ട് വരുന്നത് ഓസ്ട്രേലിയയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമുമായി വീണ്ടും കാണാം.